ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്ന വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാനൊരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ തുളസി എടുത്തിട്ടുണ്ട്, പിന്നെ നാടൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. നാടനാകുമ്പോൾ ഒന്നും കൂടി ഗുണം കിട്ടും, അതുകൊണ്ട് നാടൻ കറിവേപ്പിലയാണ് എടുത്തുള്ളത്. പിന്നെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, ചുവന്ന ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ മൊട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ, വലിയ കറ്റാർവാഴയുടെ ഒരു ലീഫ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. ത്രിഫല ചൂർണ്ണമാണ് എടുത്തിട്ടുള്ളത്. ത്രിഫല ചൂർണ്ണം കിട്ടിയില്ലെങ്കിൽ നെല്ലിക്ക ഉപയോഗിച്ചാൽ മതി. ത്രിഫല ചൂർണ്ണം ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയറിന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. പിന്നെ നീലിയാമരി എടുത്തിട്ടുണ്ട്, നീലിയാമരി പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഉലുവ എടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഹെയറിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, ഇത് നമ്മുടെ വീട്ടിൽ ആട്ടിയതാണ്. കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ഇട്ടിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് കറ്റാർവാഴ, മൈലാഞ്ചി, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഉലുവ, തുളസി, നീലിയാമരി, ത്രിഫല പൊടി, പിന്നെ നമ്മൾ ചെമ്പരത്തിയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഹെയർ ഓയിലിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഔഷധങ്ങൾ അതിലോട്ട് പതിയെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ചെറിയ തീയിലാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കേണ്ടത്. എണ്ണയുടെ മുകളിലുള്ള ചൂടായി വരുമ്പോൾ എണ്ണയുടെ മുകളിലുള്ള പാടകളൊക്കെ പതിയെ ഇല്ലാണ്ടാവും. പിന്നെ നന്നായിട്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുത്താലേ നമ്മളെ ഹെയർ ഓയിൽ കറക്റ്റായിട്ടുള്ള പാകത്തിന് എത്തുള്ളൂ. ഈ ഹെയർ ഓയിൽ നമ്മളെ മുടിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ്. അതേപോലെ മുടികൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നതാണ് അകാലനര. അപ്പോൾ ആ നരേനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമ്മളുടെ ഈ എണ്ണയ്ക്ക് കഴിയും. ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ തീയിലാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ഹെയർ ഓയിലിൻ്റെ കളർ നന്നായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ ആവാനായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ കണ്ട ഇലകളും മരുന്നുകളും ചേർത്തത് കൊണ്ട്. അപ്പോൾ കൈവിടാണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. പിന്നെ നമ്മുടെ എണ്ണ പാകമായോ എന്നറിയാൻ അതിൻ്റെ അടിയിലുള്ള ആ കലക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മൾ ഇടുമ്പോൾ ആദ്യം അത് സോഫ്റ്റ് ആവും. അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്, നമ്മൾ എണ്ണ പാകമായിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഞങ്ങൾ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിപ്പൊക്കെ ആണെങ്കിൽ അത് നാശമായിട്ട് പോകും. അപ്പോൾ ഫുള്ള് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ. ഇത്ര എണ്ണ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നല്ല കളറിലുള്ള എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഔഷധ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.